എന്തൊക്കെയാണ് ഈ വലിയ തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? 2.5 മണിക്കൂർ കൊണ്ട് കണ്ടു തീർക്കേണ്ട സിനിമ 2 വർഷം കൊണ്ട് കണ്ടു തീർത്ത തൃപ്തിയിലായിരുന്നു ആളുകൾ. സിനിമേനെ വെല്ലുന്ന ട്വിസ്റ്റുകളാണ് ഇപ്പൊ റിയൽ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 2026 ഇലക്ഷനിൽ എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു റിസൾട്ട് ആയിരുന്നു തമിഴ്നാടു. അതിൽ ടിവിക്ക് 108 സീറ്റോടെ വിജയിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് ട്വിസ്റ്റുകൾ ഓരോന്നോരോന്നായി പുറത്തു വന്നത്. തമിഴ്നാടു ഗവൺമെന്റ് രൂപീകരിക്കണമെങ്കിൽ 118 സീറ്റാണ് വേണ്ടത്. കോൺഗ്രസിന്റെ അലയൻസോടെ 5 സീറ്റും കൂടെ നേടി 112 സീറ്റുമായി ഗവർണറെ പോയി കണ്ടപ്പോൾ ഗവർണർ പറഞ്ഞു നോ. 118 MLA-മാരുടെ കത്തുണ്ടെങ്കിൽ മാത്രമേ ഗവർണർ സർക്കാർ രൂപീകരിക്കാനായി വിജയ് ക്ഷണിക്കുള്ളൂ അത്രേ. അങ്ങനെ ഗവർണർ വെച്ചു അവിടെ ഒരു ആപ്പ്. ഇതിന്റെ ഇടയിൽ DMKയും ADMKയും ഒന്നാകുമോ എന്ന ടെൻഷൻ വേറെ. അങ്ങനെ മൊത്തത്തിൽ ട്വിസ്റ്റുകളും ടേണുകളുമായി കുഴഞ്ഞു പിഴഞ്ഞു കിടക്കുകയാണ് തമിഴ്നാടു പൊളിറ്റിക്സ്. ആക്ടർ വിജയിൽ നിന്ന് ദ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാടു CJ വിജയ് എന്ന ടൈറ്റിലേക്ക് വിജയ് എത്തുമോ ഇല്ലയോ എന്ന് വരും നാളുകളിൽ നമുക്ക് കണ്ടറിയാം. ഇറ്റ്സ് ദിയ സൈനിങ് ഓഫ്. ബൈ.